അറിയായിരുന്നു, പിന്നെ നാം വെട്ടാൻ അറിഞ്ഞൂടാ. എന്നിട്ടാണ് ഈ കൊടുവാൾ അന്തരായിട്ട് വെട്ടിയെന്ന് പറയുന്നത്. 23-ാം തീയതി ഞാൻ ചോറ് വാരി കൊടുത്തവന്. തലേദിവസം 3 മണിക്ക് അവന് ഞാൻ ചോറ് വാരി കൊടുത്തതാണ്. ചോറ് വെച്ചിട്ട് മക്കളെ ചോറ് ഇട്ടാന്ന് വെച്ച് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് വാരി 2 പേർക്കും വാരി കൊടുത്തതാണ് ഞാൻ. എന്നിട്ട് അവനെ നഖം വെട്ട അവനെ കൊണ്ട് കൊടുക്കൂല. പിറം പെരുപ്പാണ് അവൻ്റെ നഖം. ഇതെടുക്കുമ്പോഴേ എന്തിനാണ് ഇതിന് പേര്, നഖം വെട്ടി എടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൈ പെരുക്കും. ആ നഖം വെട്ടി കൊടുക്കുന്നത് ഞാനാണ്. കൈയിലെ കാലിലെ നഖം വെട്ടി കൊടുക്കുന്നത് ഞാനാണ്. ആ മോനാണ് ഇപ്പം ഇത്രയും പേരെ കൊലപ്പെടുത്തിയേക്കുന്നത്. ആ മോനാണ് സ്വന്തം അമ്മച്ചി ഇതൊക്കെ ചെയ്തതും ഇത്രയും പേരെയും കൊലപ്പെടുത്തിയത്. ഒരു ഈർക്കിലെടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല ഇതുവരെ. അവനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. എൻ്റെ ഇളയ മോനാണ് ഞാൻ ഇതിന് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇളയ മോനാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത്. കാരണം എൻ്റെ ഇളയ മോൻ എനിക്ക് പനിയാണെങ്കിൽ വെറുഞ്ചായ ഇട്ടുകൊണ്ട് തരും, എല്ലാം അവനാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വയ്യായതായെന്ന് പറഞ്ഞാൽ അവനാണ് മുന്നേ കാണാനുള്ളത്. പക്ഷേ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൊച്ചെവിടെ എന്ന് എല്ലാവരോടെയും ചോദിച്ചു. അപ്പോഴാണ് പിന്നീട് 7-ാം ദിവസം കൊണ്ട് പറയുന്നത് എൻ്റെ കൊച്ചിക്ക് മരിച്ചുപോയെന്ന്, അപ്പം കൊന്ന് മരിച്ചുപോയെന്ന് പറഞ്ഞു. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം ഹോം കെയറിലാണ്. നമ്മളിന്നിവിടെ വരാനുള്ള സാഹചര്യം, നമ്മുടെ അഫാൻ്റെ ഉമ്മയെ ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുന്നേ നമ്മൾ അഫാൻ്റെ വാപ്പയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അഫാൻ്റെ വാപ്പയുടെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് അഫാൻ്റെ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ആ വീഡിയോയുടെ അടിയിലിട്ടത്. അപ്പോൾ അഫാൻ്റെ ഉമ്മയ്ക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് നമുക്കത് കേട്ടു നോക്കാം. എന്നെ മാത്രം എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ എനിക്കറിയാവുമായിരുന്നു. അപ്പോൾ എന്തിനാണ് കട്ടിലിൽ നിന്ന് തലയിടിച്ച് വീണെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞത്? ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു വന്നാൽ എൻ്റെ 2 മക്കളും വേണമല്ലോ. അതുകൊണ്ട് എൻ്റെ മക്കൾ വല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ അടിച്ചെന്നല്ലേ പറയണേ, എൻ്റെ അപ്പ അടിച്ചെന്ന്. അതുകൊണ്ട് ഞാൻ അടിച്ചെന്ന് പറഞ്ഞാൽ പോലീസിൽ പിടിക്കൂലേ അവനാ. അതുകൊണ്ട് ഞാൻ അപ്പം അവിടെ പോലീസിൻ്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞ് എൻ്റെ കൊച്ചുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കള്ളം പറഞ്ഞത്. അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയും പേര്? ഇല്ല, മരണം 8-9 ദിവസമായി ഞാൻ ഇത് അറിയുന്നത്. ഏഴെങ്ങാണ്ട് ഇക്ക വന്നതിൻ്റെ ഞാൻ ചോദിച്ചെന്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ തന്നിട്ട് പോയ മക്കൾ എവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ നിനക്ക് 2 മക്കളെ തന്നിട്ടാണ് പോയത്, അവരെവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇനി കുറേ ദിവസം കൊണ്ട് ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നത് എനിക്കറിയില്ല. പിന്നീടാണ് ഒക്കെ പറഞ്ഞത് എൻ്റെ അപ്പി മരിച്ചുപോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മാമിയുടെ കാര്യവും ഫർസാനയുടെ കാര്യവും, ഫർസാന നമ്മളെ വീട്ടിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഫർസാന എവിടെ പോയെന്ന് ചോദിച്ചത്. പിന്നെ അപ്പാനെ കാണാറില്ലെന്ന് ചോദിച്ചു, ഫർസാന അപ്പാനെ കാണാറില്ലെന്ന് ചോദിച്ചത്. അപ്പോഴേക്കും ഞാൻ ഈ സംഭവം അറിയുന്നത്. മാമി മരിച്ചുപോയെന്നും ചേട്ടത്തി മരിച്ചുപോയെന്നും ഇതെല്ലാം അപ്പാനാണ് ചെയ്തതെന്ന് ഞാൻ അറിയുന്നു. ചുറ്റിയെല്ലാം അടിച്ചിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. 48 തയ്യലുണ്ടല്ലേ? 48 തയ്യലുണ്ടായിരുന്നു. ഈ അടിയും പിന്നെ ഈ നമ്മുടെ ഈ ഇതും കൂടെ അറിഞ്ഞപ്പോൾ മാനസികമായി തളർന്നു പോയതാണ്. മാനസികമായി തളർന്നു പോയി. മാനസിക പ്രശ്നമുണ്ട്, മെന്റലി പ്രശ്നമുണ്ട്. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. നമ്മൾ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാണ്, നമ്മളെ കണ്ടപ്പോ മുതൽ ഒരു വിറയല് ഇല്ലേ? ഉണ്ട്. നേരത്തെ ഇങ്ങനെ വിറയലുണ്ടായിരുന്നു? നേരത്തെ അങ്ങനെയൊന്നും. ഇതിന് ശേഷം ഉള്ളതാണ്. ആൾക്കാരെ കാണുമ്പോൾ ഒരു ഉള്ളിൽ ഭയം പോലെ വന്നിട്ട് ഇങ്ങനെയുള്ളതാണ് കൈകാല് വിറയ്ക്കുന്നത്. അത് എല്ലാ സമയത്തും ഇല്ല, ചില സമയങ്ങളിലേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇറങ്ങിയ ഇതൊക്കെ മാറും. 80% ആൾ ഓക്കെയാണ്, 20% മെന്റലി ഇപ്പോഴും ഡൗൺ തന്നെയാണ്. അതൊരു സൈക്യാട്രിസ്റ്റ് നമുക്കിപ്പോഴും സൈക്കോളജിക്കലി സൈക്യാട്രിയുടെ മരുന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കക്കുറവിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അത് ഇപ്പോഴും അവർ വിശ്വസിച്ചിട്ടില്ല പൂർണ്ണമായിട്ട്. ഇപ്പോഴും അഫാൻ അനിയൻ മകനെല്ലാം ജീവിച്ചിരിപ്പുണ്ട്, ആരെയും അഫാൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചില സമയത്ത് അവർ പറയുന്നത്. നിലവിൽ അവരെന്ന് വെച്ചാൽ അത് അവർ പറയാൻ കാരണം എനിക്കൊന്നും ഇപ്പോൾ ഏതൊരു അമ്മയാലും എൻ്റെ മക്കൾ ചെയ്യില്ല എന്നേ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ പൊതുസമൂഹത്തിനും നിയമത്തിനും അറിയാം അവനും അറിയാം അവൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് നമുക്ക്. പക്ഷെ അവരൊരു ഉമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മകൻ ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ്. പക്ഷെ അവരടിമനസ്സിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ട്. കൈവിട്ടു പോയി അവൻ ചെയ്തതാകാം എന്നവർ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഒരു അമ്മ എന്ന നിലയ്ക്ക് അവരത് വിട്ട് പറയുന്നില്ല. അത് ചിലപ്പോൾ അവർ മെൻ്റലി ഉള്ള ഇതായിരിക്കും. എന്ന് വെച്ചാൽ മാറി സംസാരിക്കുന്ന വെച്ചാൽ അവർക്ക് ഇങ്ങനെ മൈൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു നിലപാടിലല്ല അവരുള്ളത്. എല്ലാവരും പറയുന്ന അവരിങ്ങനെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് അവരുടേതായ ഒരു സ്റ്റാൻഡിൽ അവരിപ്പോഴും എത്തിയിട്ടില്ല. അത് മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ആഘാതത്തിൽ നിന്ന് വെളിയിൽ വന്ന ഒരാളാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക്. ഈ കാലം നല്ല പറയണം. എന്തെങ്കിലും നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കൈയും കാലും പറയലുണ്ടാവും. അത് പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് അങ്ങ് മാറിപ്പോകും. പറയുന്നതൊക്കെ ഓർമ്മയില്ലേ? പിന്നെ മൈൻഡ് അങ്ങ് മാറിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് അങ്ങ് മാറും. ശരിക്കും പറയാൻ മെന്റലി പ്രശ്നമുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് മെന്റലി പ്രശ്നമുള്ളത് അതോ നേരത്തെ? ഇല്ല, നേരത്തെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല.
ഇപ്പോഴാ ഈ സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, മെന്റലി പ്രശ്നമുള്ളത്. സ്നേഹം ഇല്ലായിരുന്നോ അവന്, ഇല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്തത്, ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു അവൻ. ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു, ഒരു മക്കളും ചെയ്യില്ല. അഫാന് ഇത്രയും പേരെയും കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കൂസലുമില്ലാതെ അവൻ പറഞ്ഞത് 5 പേരെ ഞാൻ തട്ടിയിട്ട് വന്നെന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് അവനറിയാം. അവന് ഉമ്മയുടെ നല്ല സ്നേഹമായിരുന്നു. നല്ല സ്നേഹമായിരുന്നു. എൻ്റെ കൊച്ചൊക്കെ ഞാൻ പറയുന്നതും കേൾക്കും. ഞങ്ങൾ വക വഴക്ക് കൂടിയിട്ട് കാലങ്ങൾക്കും വർഷങ്ങളുമായി ഞാനും കൊച്ചു നല്ല സ്നേഹത്തിലായിരുന്നു. ഈ പറയുന്ന കാര്യം പിന്നെ ചോദിച്ചാൽ പിന്നെ പറയില്ല, അങ്ങനെ മാറ്റി പറയും. അത് മെന്റലി പ്രശ്നമുണ്ട്. പക്ഷെ അന്ന് നടന്ന സംഭവം ഒന്നും ഓർമ്മയില്ല. ഇവര് പറയണ എങ്ങനെയാണ് പറയണത്? ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ. അവരിങ്ങനെ ഇതുപോലെ ചായ ഇട്ട് വെച്ചിട്ട് പോയി തിരിച്ച് കൊച്ചിനെ വെച്ചിട്ട് വന്നപ്പോൾ ചായയിൽ എന്തോ കലക്കി വെച്ചിരുന്നു. അഫാൻ ചായയിൽ എന്തോ കലക്കി വെച്ചിരുന്നു. ഞാൻ അതെടുത്ത് കുടിച്ച് പിന്നീട് എനിക്ക് ഒരു കാര്യം ഈ ചായ കുടിച്ചതിന് ശേഷം ഒന്നും ഓർമ്മയില്ലാന്ന് പറയണം. അതിനുശേഷം ചാട്ടം കുടിക്കാൻ പറ്റി ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട്. കാര്യം മയക്കി കിടത്തിയിട്ട് കൊല്ലണ ശ്രമം ഓർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം. കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ ഷാളിട്ട് ഞെരുക്കിയിട്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മണിയൊക്കെ ആവുന്നത്. ഞാൻ അടിച്ചിട്ട് ചോദിച്ചു, 11:30 മണിക്കാണ് എന്നിട്ട് അപ്പ അങ്ങോട്ട് പോയത് എന്നൊക്കെ ആ കൊച്ചു പറഞ്ഞു. അനിയത്തി. പക്ഷേ ഈ 2 മണിക്കാണെന്നൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ സന്ധ്യയ്ക്കാണ് പോലീസന്മാർ വന്നത്. സന്ധ്യയ്ക്ക് അവൻ 2 മണിക്കാണ്ട് കഴുത്തിൽ ഇങ്ങനെ ഞെരുക്കിയിട്ട് ഇത് ചോദിച്ചു, ഉമ്മച്ചി ക്ഷമിക്കണം, ഞാൻ ഭർത്താനെ കൊണ്ടുവന്നിട്ട് പോയി ഉമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ 2 പേരെയും കണ്ടിട്ടില്ല. പിന്നെ വന്നത് പോലീസാണ് വന്നത്. ഇതൊരു ഓർമ്മ പറയുന്നതല്ലേ, 2 മണിയോളം സമയം കറക്റ്റ് അല്ല. എനിക്ക് കറക്റ്റ് അല്ല പറയാൻ. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവാണെങ്കിൽ പറയണം. അത് ഇങ്ങനെ ചിലപ്പോൾ 2 മണി അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണി സമയം പറയാം. ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഷമീത്തായെ അപ്പാന്റെ ഉമ്മായെ തെറി വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകളുണ്ട് അല്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. അതിനെ കുറിച്ച് ഇക്കായിക്ക് എന്തോ പറയാൻ? പ്രേക്ഷകരോട് പറയാനുള്ളതേ ഉള്ളൂ, ഒരു മാനസികാവസ്ഥ തകർന്നില്ലാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം 5 പേരെ നഷ്ടപ്പെട്ട മരണം, പിന്നെ അവൻ 48 തലയ്ക്ക് അടിച്ചിട്ട്. അപ്പൊ അവരുടെ മാനസികാവസ്ഥ പോയി നിൽക്കുകയാണ്. അപ്പൊ അവരെന്താണ് പറയുന്നത്? അവർക്ക് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. പിന്നെ ഇതിനെക്കുള്ള പൊതുജനം പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തകർന്ന് എല്ലാ ജനങ്ങൾക്കും തകർന്ന് നമ്മൾ അങ്ങ് അറ്റം പറ്റി നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുമ്പോൾ 2 മക്കൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഇതുങ്ങൾ നമ്മൾക്കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കും. 5 പേരുടെ മരണവും ഇപ്പോഴും വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടതാണ്, എനിക്ക് വിശ്വാസമാണ്. പക്ഷേ അവർക്ക് അവരെ മനോനില തെറ്റിയത് കൊണ്ട് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി എല്ലാം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കൊച്ചിനെ അപ്പ ഇവിടെ കൊണ്ടാക്കി ഫർസാനയുടെ വീട്ടിൽ കൊണ്ടാക്കി. ഇവര് 3 പേരും നല്ല കൂട്ടുകാരാണ്. മോനെ ഫർസാനയുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കുവാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. മരണപ്പെട്ടു പോയെന്ന് മരിച്ചൊരാളും മരിച്ചിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം. എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ കമന്റ് ഇടുന്നവർ ദയവേത് ഈ കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ കമന്റ് ഇടാതിരിക്കുക. ഈ ഉമ്മയുടെ മാനസിക നില അത്രത്തോളം താളം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതാ നമ്മൾ വന്നപ്പോൾ മുതൽ ഇതാ കണ്ടില്ലേ, ഉമ്മയുടെ അഫാന്റെ ഉമ്മയുടെ കാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആൾക്കാരെ കാണുമ്പം പോലും പേടിയാണ്. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അവർ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ഇടുന്നവർ മോശമായിട്ടുള്ള കമന്റുകൾ ഇടാതിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിങ്ങൾ അത് മാത്രം ചിന്തിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ഇങ്ങനെയൊന്നും ഒരു കുടുംബത്തിലും ഒരു മക്കൾക്കോ ഒരു കുടുംബത്തിനോ ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. എനിക്ക് അവനുമായിട്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റും അവൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് ഇനി ഒരിക്കലും കാണണ്ട. ഇങ്ങനെ ഒരു മകൻ ഇനി ഒരു മനുഷ്യന് ജനിക്കാതിരിക്കും. ഈ സംഭവം നടക്കുന്ന തലേ ദിവസം 23-ാം തീയതിയാണ് ഒരുപാട് സമ്മതം ചെലുത്തിയത്. അവർക്ക് ആ പലിശ വേണം, ബാങ്കിലെ പൈസ വേണം. പിന്നെ ഒരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് സഹോദരൻ 2 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ 2 ലക്ഷം രൂപയ്ക്ക് അവൻ സഹോദരൻ്റെ ഭാര്യ ചെന്നിട്ട് 50,000 രൂപ അവർക്ക് ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ്. ഈ 24-ാം തീയതി കിട്ടിയേ പറ്റൂ എന്ന് തീർത്തും പറഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇതുപോലെ ഭീഷണി പോലെ പറഞ്ഞു. പൈസ കിട്ടിയേ പറ്റൂ, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും, ഇനി ഞാൻ പൈസ കൊണ്ടേ പോകും എന്നും പറഞ്ഞ് ഇതാക്കി. എല്ലാവരും ഒറ്റ ദിവസം ഒരു ഡേറ്റിനാണ് ഈ സമ്മർദ്ദം എല്ലാം ഒരുമിച്ച് വന്നത്. ഈ 3 കൂട്ടരും കൂടെ സമ്മതം ചെലുത്തി. അതുപോലെ ഇവൻ്റെ പിന്നെ ഈ ഫോണിൽ